ലോകത്തിൽ ഏറ്റവും സുന്ദരമായ വാക്ക് ഏതാണ്? നിങ്ങൾ പറയൂ. ലോകത്തിൽ ഏറ്റവും സുന്ദരമായ വാക്ക് ഏതാണ്? വിളിച്ചു പറയാം. അമ്മ എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ശബ്ദവോട്ടോടെ അംഗീകരിക്കാം, കൈയടിക്കാം. അത് അംഗീകരിക്കുന്നവർ. ലോകത്തിൽ ഏറ്റവും സുന്ദരമായ വാക്ക് അമ്മ. എന്നാ പിന്നെ അമ്മ എടുക്കാം നമുക്ക്, അല്ലേ? എന്താണ് അമ്മ? പുതിയ കുട്ടികളോട് അമ്മ എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഗൂഗിളിൽ തപ്പി ഡിക്ഷണറി എടുത്തു. വാട്ട് ഈസ് അമ്മ? അമ്മ ഈസ് ഗർഭം ധരിച്ചവൾ, പ്രസവിച്ചവൾ, മുലയൂട്ടിയവൾ. അമ്മ. ഇതാണ് എക്സാക്സിസാ, ഉപരിപ്ലവമായ അർത്ഥമാണത്. അതിങ്ങനെ മാത്രം പഠിച്ചാൽ മൈനസാണ്, പ്ലസ് ആവില്ല. അത് മൈനസ് ആയത് അതുകൊണ്ടാണ് അമ്മയെ കൊണ്ടുപോയിട്ട് വൃദ്ധമന്ദിരത്തിൽ മൈനസ് ആക്കുന്നത്. അതിൻ്റെ ആഴം പഠിപ്പിച്ചിട്ടുണ്ടോ? അമ്മ എന്ന പദത്തിൻ്റെ ആഴം ഒന്ന് നോക്കാം നമുക്ക്. അമ്മ എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിൽ ഏറ്റവും ആർദ്രമായ പാട്ടുകൾ താരാട്ട് പാട്ടുകളാണ്. തൻ്റെ കുട്ടി ഉറക്കുന്ന പാട്ടുകൾ. ആ പാട്ടുകൾ കണ്ടുപിടിച്ച ഫോണറ്റിക്സ് ഉണ്ടാകുന്നതിന് മുമ്പ് അമ്മമാര് കണ്ടുപിടിച്ചൊരു ഫോണറ്റിക്സ് ഉണ്ട്, അറിയാമോ? സ്വനശാസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമ്മമാര് കണ്ടുപിടിച്ച ഒരു സ്വനശാസ്ത്രമുണ്ട്. എന്താണ്? കുട്ടിയെ താരാട്ടുപാട്ടി ഉറക്കുമ്പോ സ്വരങ്ങൾ മാത്രം കുട്ടിക്ക് പോരാ, ഈ ഊന്ന് പഠിപ്പിച്ചാ പോരാ, വ്യഞ്ജനങ്ങൾ വേണം. പക്ഷെ വ്യഞ്ജനങ്ങൾ കാക്കാ കാക്കാന്ന് താരാട്ട് പാടി ആ കുട്ടി ഉറങ്ങുമോ? ഇല്ല. അതുകൊണ്ട് സ്വരത്തിൻ്റെയും വ്യഞ്ജനത്തിൻ്റെയും മധ്യത്തിലുള്ള 4 അക്ഷരം ഉപയോഗിക്കുന്നു. യാരാലാവാ. മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ? എത്ര താരാട്ട് പാട്ട് പാടി? യാ 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 രാരീ രാരീരം രാരോ രാ ലാ 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 വാവേ വാവം വാവോ വാ. മനസ്സിലായ? യാരാലാവേന്റെ മഹത്വം പിടികിട്ടിയ ആലോചിച്ച് നോക്കൂ. എന്തൊരത്ഭുതം, എന്തൊരു മനഃശാസ്ത്രമാണത്. ആ പാട്ട് പാടി ഉറക്കുക. തൻ്റെ കുട്ടി ഉറങ്ങുമ്പോൾ 3 ലോകവും ഉറങ്ങണമെന്നാഗ്രഹിക്കുന്നവളെ അമ്മ എന്ന് പറയാം. വീട്ടുകാരുറങ്ങിയാൽ പോരാ, നാട്ടുകാരുറങ്ങിയാൽ പോരാ. പറ്റുമെങ്കിൽ ഈ 3 ലോകം ഉറങ്ങണം. ഒരു കണ്ണാൽ സൂര്യനുറങ്ങ്, മറു കണ്ണാൽ തിങ്കളുറങ്ങ്, തൃക്കൈയിൽ വെണ്ണയുറങ്ങ്, മാമൂണിന് ഭൂമിയൊരുങ്ങ്, തിരുമധുരം നാവിലുറങ്ങ്, തിരുനാമം മനസ്സിലുറങ്ങ്, എന്നുണ്ണി കണ്ണനുറങ്ങാൻ മൂലോകം മുഴുവനുറങ്ങ്, മൂലോകം മുഴുവനുറങ്ങ് എന്ന് പാടുന്നവൾ അമ്മ. അങ്ങനെ അവളെ, ആ കുട്ടീനെ ഉറക്കി കഴിഞ്ഞാലുണ്ടല്ലോ, ഒരമ്മയെ കുട്ടിയെ കൊണ്ടുപോയി കിടത്തുന്ന രംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്ഭുതമാണ്. ആ അമ്മയുടെ കൈ ഷോക്ക് അബ്സോർബറാണ്. വണ്ടി കുണ്ടിൽ വീണാലും യാത്രക്കാരൻ്റെ നടുവുളുക്കാത്തൊരു സാധനമില്ലേ, ഷോക്കാപ്സ്. വർക്ക്ഷോപ്പുകാർ പറയും ഷോക്ക് അബ്സോർബറാണ്. അമ്മയുടെ കൈ ഒരു ഷോക്ക് അബ്സോർബറാണ്. മുട്ടും കുത്തിയാടി ഇരിക്കുമ്പോൾ കുട്ടി അറിയുന്നില്ല. ഒരു പായ എടുത്തിടുന്നോ, ഒരു തുണി എടുത്തിടുന്നോ, എന്നിട്ട് കുട്ടീനെ മെല്ലെ കിടത്തിയിട്ട് ചന്തീൻ്റെ അടിയിൽ നിന്ന് കൈവലിക്കുന്ന കണ്ടിട്ടുണ്ടോ? പുലിമുരുകൻ സിനിമയിൽ ഇത്ര നല്ല സ്ലോ മോഷൻ കാണൂല, അത്ര സ്ലോ മോഷനാ. എന്നിട്ടൊരു പുതപ്പെടുത്ത് മേലെ പുതച്ച് വീണ്ടും 2 തട്ടും തട്ടിയിട്ട് ഒരു മുകളിൽ മൂളിയിട്ട് കുട്ടി ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയാൽ അവിടുന്ന് എഴുന്നേറ്റിട്ട് തൻ്റെ ബാക്കി ജോലികൾക്ക് പോവാൻ മുടിയൊക്കെ കെട്ടിയിട്ട് പോകാൻ വാതിൽ പടീൻ്റെ അടുത്ത് എത്തുമ്പോൾ ഉണ്ട് ഒരച്ചിരിയും ചിരിച്ചിട്ടൊരു തിരിഞ്ഞു നോട്ടം. അതിൻ്റെ ചാരുത എന്തൊരു നോട്ടാണെന്നറിയോ ആ തിരിഞ്ഞു നോട്ടം. അത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഈ കുട്ടീൻ്റെ അച്ഛനെ ഭർത്താവ് എന്ന് വിളിക്കുന്നത് എന്തൊരു ചാരുതയാണത്. അങ്ങനെ കുട്ടി ഉറങ്ങിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് കുയിലിൻ്റെ പാട്ട് നമുക്കിഷ്ടമാണ്. പക്ഷെ ഉറങ്ങുന്ന കുട്ടിയുടെ അമ്മയ്ക്ക് കുയിലിൻ്റെ പാട്ട് ഇഷ്ടമല്ല. കുയിലേ, നിന്റെ പാട്ടിൻ്റെ വോളിയം കുറക്കണം, എൻ്റെ കുട്ടി ഉറങ്ങുകയാണെന്ന് ശകാരിക്കുന്നവൾ അമ്മ. നിലാവെളിച്ചം നമുക്കിഷ്ടമാണ്. പക്ഷേ നിലാവിൻ്റെ ശിശിരരശ്മികൾ ജാലകവാതിലുകൾക്കിടയിലൂടെ കടന്നു വന്ന് ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ കൺപോളകളിൽ സ്പർശിച്ചിട്ട് അവൻ്റെ സ്വപ്നങ്ങളുടെ നിറം കെട്ടുപോകാതിരിക്കാൻ നിലാവേ നിന്റെ വോൾട്ടേജ് കുറക്കണേ എന്ന് പറയുന്നവൾ അമ്മ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ.
ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ എന്ന് പാടുന്നവൾ അമ്മ. ആഴം മനസ്സിലായോ? ആഴം മനസ്സിലായോ? അമ്മ എന്ന പദം നെഗറ്റീവല്ല, പോസിറ്റീവാക്കിയില്ലേ? ഇത് നിങ്ങളുടെ മക്കൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു തരുന്നു, സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാം, നിങ്ങളെ ആരും നിങ്ങളുടെ മക്കൾ വൃദ്ധമന്ദിരത്തിൽ കൊണ്ടേ തള്ളൂല. കാരണം അവന് അമ്മ എന്ന വാക്കിൻ്റെ ആഴമറിയാം. അതാണ് പഠിപ്പിക്കേണ്ടത്. അമ്മ, അച്ഛൻ, സഹോദരൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞാൽ വെറും ഉപരിപ്ലവമായ അർത്ഥങ്ങളല്ല, അത് കുടുംബ ബന്ധങ്ങളുടെ പാഷനാണ്. ആ പാഷണൽ ക്വഷ്യൻ്റ് കവിതകളിലൂടെ, കഥകളിലൂടെ, ഒന്നും വേണ്ട, മാധവിക്കുട്ടിയുടെ നെയ്പ്പായസം എന്ന് പറഞ്ഞൊരു കഥ കുടുംബത്തോടെ വട്ടത്തിലിരുന്ന് വായിച്ചാൽ മാത്രം മതി അമ്മ എന്താണെന്ന് മനസ്സിലാവാൻ. ആ വായിച്ചു കഴിയുമ്പോൾ അവസാനം അമ്മ നല്ല നെയ്പ്പായസം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ആ കൈ അമർത്തിയപ്പോ അയാൾ തൻ്റെ കണ്ണുനീര് കുട്ടികൾ കാണാതിരിക്കാൻ വാഷ് ബേസിന്റെ അടുത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ കണ്ണിൽ നോക്കുക, ആ കണ്ണിലൊരു നനവുണ്ടെങ്കിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ മക്കൾ ആർദ്രതയുള്ളവരാണ്. അവർക്ക് അനുഭൂതിയും നിർവൃതിയും ആഴവും അറിയാം. ഇത് നിർബന്ധമാണ് നമ്മുടെ കുട്ടികൾക്ക്. അത് കുറഞ്ഞു കുറഞ്ഞു വരിക ഇപ്പോൾ. അതുകൊണ്ടാണ് കവിത വായിക്കാത്ത, അതുകൊണ്ടാണ് കഥ വായിക്കാത്ത. പാഷണൽ ക്വഷ്യൻ്റ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അവർ സ്കൂളിൽ പഠിച്ച കവിത പരീക്ഷയുടെ പോയിന്റ് ബേസിൽ മാത്രം പഠിക്കുക. ആ കവിത ആർദ്രമായിട്ട് അനുഭൂതിയാക്കി മാറ്റിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് കഴിയണം. 3 പോയിന്റായി IQ, EQ, PQ. അടുത്ത Q SQ, സ്പിരിച്വൽ ക്വഷ്യൻ്റ്, ധാർമ്മിക മൂല്യം. എവിടുന്ന് കിട്ടും? ബൈബിളിൽ നിന്ന് കിട്ടുമോ? ഖുറാനിൽ നിന്ന് കിട്ടുമോ? ഗീതയിൽ നിന്ന് കിട്ടുമോ? ഭാഗവത സപ്താഹത്തിൽ നിന്ന് കിട്ടുമോ? ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമോ? ഉറൂസിൽ നിന്ന്, വയത് പറച്ചിലിൽ നിന്ന്, മതപ്രഭാഷണങ്ങളിൽ നിന്ന് കിട്ടുമോ? ആളുകൾ പരക്കി ഓടുകയാണ് ധാർമ്മികതയുണ്ടാക്കാൻ. പക്ഷേ പള്ളികൾ കൂടുന്നോ, അമ്പലം കൂടുന്നോ, പ്രാർത്ഥന കൂടുന്നോ, ഉത്സവങ്ങൾ കൂടുന്നോ? ധാർമ്മികത കൂടുന്നുണ്ടോ? ഇല്ല, ധാർമ്മികത കുറയുന്നു. എന്ത് പറ്റി? ഈ ധാർമ്മിക മൂല്യങ്ങളെല്ലാം ഖുറാനും ബൈബിളും ഗീതയും പള്ളിയും അമ്പലവും ഒക്കെ അതിൻ്റെ മേൽത്തട്ടാണ്. അതിൻ്റെ അടിത്തറയായിരിക്കുന്ന ഒരു ധാർമ്മികതയുണ്ട്. സത്യത്തോടും സ്നേഹത്തോടും ദയോടും കൂടി ജീവിക്കുന്ന ആ ധാർമ്മികതയുണ്ടാക്കുന്ന മഹാപുരോഹിതൻ നിങ്ങളാണ്, അമ്മയാണ്, അച്ഛനാണ്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഒറ്റ ഉദാഹരണം. എൻ്റെ നാട്ടിൽ ഉണ്ടായ ഒരു സംഭവം. റോഡ് സൈഡിൽ നിർത്തിയിട്ടിട്ട് ലോട്ടറി വെക്കുകയാണ് ഒരു കാറ്. ഒരു ഓട്ടോറിക്ഷ വന്നിട്ട് ഒരൊറ്റ അടിയ ബഹളം കേട്ട് ഞങ്ങൾ ഓടിച്ചെല്ലുമ്പം കാണുന്നത് ഡ്രൈവർക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ വണ്ടി രണ്ടും പൊളിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കൊണ്ടക്കുത്തി ഓട്ടോ ഡ്രൈവർ ചാടി ഇറങ്ങിയിട്ട് കാറിൻ്റെ ഡ്രൈവറെ അടിക്കാൻ നോക്കുക. എന്താടാ, റോഡ് സൈഡിൽ കുറച്ച് അടുപ്പിച്ച് വെച്ചൂടെ? ഇവൻ കൊണ്ട് കുത്തുക, എന്നിട്ട് അടി അങ്ങോട്ട് കൊടുക്കുക. മനസ്സിലായോ? ഇത് എവിടുന്നാ പഠിച്ചേ? നിങ്ങളറിയാതെ, അമ്മയും അച്ഛനും അറിയാതെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഓരോ ചെറിയ സംഭവവും കുട്ടിയുടെ ധാർമ്മികതയുടെ ഫിലോസഫിയായി മാറുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? ഈ കുട്ടി ചെറിയ കുട്ടി വീട്ടിൽ നിന്ന് ഓടി കളിക്കുകയാണ്. അമ്മ ദോശ ഇടുകയാണ്. ഇവൻ്റെ തല കൊണ്ടുപോയിട്ട് മേശക്ക് കുത്തി. ഇവൻ്റെ നിലവിളി കേട്ടിട്ട് അമ്മ ചട്ടുവം വരെ താഴെ വെക്കാതെ ഓടി വന്നു. എൻ്റെ തല കുത്തി എന്ന് പറഞ്ഞ് കരയുന്നു. തടവി കൊടുത്തിട്ടൊന്നും കരച്ചൽ നിർത്തുന്നില്ല. പയ്യൻ കരയുന്നു, ദോശ കരിയുന്നു. എന്തു ചെയ്യും? അമ്മമാർ ഉപയോഗിക്കുന്ന ഒരു സൂത്രപ്പണിയുണ്ട്. ഏത് മേശക്കാടാ കുത്തിയെ? ആ മേശക്ക് ഒരടി വെച്ച് കൊടുത്തു. മേശക്ക് എന്താ മേശ എൻ്റെ കുട്ടീനെ വേദനിപ്പിച്ച? അപ്പം കുട്ടിക്ക് സന്തോഷമായി, അമ്മക്ക് സമാധാനമായി, ബാക്കി ദോശ ഇട്ടു. പക്ഷെ ഇവൻ എന്താ പഠിച്ച ഫിലോസഫി എന്താ? ഇവന് 100% ഉറപ്പാ മേശ ഇങ്ങോട്ട് വന്ന് കുത്തിയതല്ല, ഞാൻ അങ്ങോട്ട് പോയി കുത്തിയതാ. എന്നാലും അടി അങ്ങോട്ട് കൊടുക്കണം. പഠിച്ച ചെറിയ വിഷയം. ഓരോ കൊച്ചു സംഭവങ്ങളിലൂടെയും ധാർമ്മിക മൂല്യങ്ങൾ കുട്ടികളിൽ നെഗറ്റീവായി രൂപപ്പെടുകയാണ്. ധാർമ്മിക മൂല്യം ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ കുടുംബ സദസ്സുകൾ തിരിച്ചു പിടിക്കണം. വരാന്തകൾ തിരിച്ചു പിടിക്കണം. അടഞ്ഞ വാതിലുകളാണ് മിക്ക വീട്ടിനും. ബെഡ്റൂമുകളിലേക്ക് ചുരുങ്ങിയാണ്. എത്ര വിശ്വം ഭവത്യേകനീടം എന്നത് എത്ര വിശ്വം ഭവത്യാത്മനീടം. ലോകം എത്ര വലുതായാലും ഒരു കൂട്ടിലെ പക്ഷികളാണെന്ന ധാരണ ഇപ്പോൾ അവനവനാകുന്ന കൂട്ടിലെ പക്ഷികളാവുന്നു.
കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയുണ്ട്. കണ്ണെടുത്ത് കുപ്പായ കീശയിലിട്ട്, കാതെടുത്ത് കമിഴ്ത്തി വെച്ച്, തലയെടുത്ത് വയറ്റിൽ തിരികി, നാവെടുത്ത് പുറത്തിട്ട്, നാടെല്ലാം നടക്കുന്നതവനവനവനോ, നാടെല്ലാം നടക്കുന്നത് ഇവനിവനിവനോ. കണ്ണ് കുപ്പായ കീശയിലാണ്, പൈസേനെ പറ്റി മാത്രം ചിന്ത. പണോർ ബ്രഹ്മ പണോർ വിഷ്ണു പണോർ ദേവോ മഹേശ്വര, പണം സാക്ഷാൽ പരബ്രഹ്മ, തസ്മൈ ശ്രീ പണമേ നമ. ഇതാ പ്രധാന മുദ്രാവാക്യം. പണം പണം പണം. കാത് കമിഴ്ത്തി വെച്ചിരിക്കുന്നു. ലോകത്തെന്ത് സംഭവിച്ചാലും എനക്കൊന്നും അറിയില്ല രാമനാരായണ. ഉക്രൈനിൽ റഷ്യ ആക്രമിച്ചിട്ടുണ്ട്, അതിനെന്താ ഞാൻ വേണ്ടേ? എൻ്റെ വീട്ടിൽ നിന്ന് ആരും MBBS പഠിക്കാൻ ഉക്രൈനിൽ പോയിട്ടില്ല, ഞാൻ എന്തിനു ശ്രദ്ധിക്കുന്നു? തലയെടുത്ത് വയറ്റിൽ തിരികുന്നു. ബുദ്ധി തിന്നേണ്ട കാര്യത്തെ പറ്റി മാത്രം. അൽഫാം, ചിക്കൻ കടായി, 65 ഇതിനെപ്പറ്റി മാത്രം ചിന്ത. നാവെടുത്ത് പുറത്തിടുന്നു, പാചകടിക്ക് ഒരു കുറവില്ല. അങ്ങനെ നടക്കുന്നൊരു പുതിയ തലമുറ വരുമ്പോൾ ധാർമ്മിക മൂല്യങ്ങൾ എവിടെ പോകുന്നു? ഖുറാനും ബൈബിളും ഈ കുട്ടിയുടെ ഹൃദയത്തിൽ ചേരണമെങ്കിൽ ആ ഹൃദയം ആദ്യം ധാർമ്മിക മൂല്യങ്ങൾ കൊണ്ട് നനക്കണം. നിങ്ങൾ സിമെന്റ് ഇടുമ്പോൾ ആദ്യം ചുമര് നനക്കുന്നില്ലേ? നനവില്ലാത്ത ചുമരിൽ സിമെന്റ് പറ്റിച്ചാൽ അത് അടന്നു പോരും. ഈ ധാർമ്മിക മൂല്യങ്ങളുടെ ഒക്കെ ആ കുട്ടിയുടെ ഹൃദയത്തിൽ പറ്റണമെങ്കിൽ ഹൃദയം സത്യവും സ്നേഹവും ദയയും കൊണ്ട് നിറയ്ക്കുക. അത് കുടുംബത്തിൽ നിന്നുണ്ടാക്കണം. അതാണ് സ്പിരിച്വൽ ക്വഷ്യൻ.